ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതോടൊപ്പം തന്നെ അറിയിക്കാനൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പറയാൻ ഓർത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് അറിയിക്കാനായിട്ട് ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുക്കാച്ചന്റെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അറിയുന്ന നമ്മുടെ ലുക്കാച്ചന്റെ ബർത്ത്ഡേ ആണ്. ആക്ച്വലി 1 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഫേസ്ബുക്കിലൂടെ അതിന്റെ അപ്ഡേറ്റ് ചിലപ്പം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ ഒന്ന് പറയാൻ വിചാരിച്ച്. നിങ്ങൾക്കറിയാം, നമ്മുടെ ലുക്കാച്ചൻ നമ്മുടെ ഇളയ സിസ്റ്ററിന്റെ 2ാമത്തെ കുട്ടിയാണ്. ആക്ച്വലി അവരുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിലൂടെ നിങ്ങൾ അതിന്റെ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ലൊക്കാസിന് നമ്മൾ ഹോസ്പിറ്റലാകുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ യൂട്യൂബിൽ മെസ്സേജ് ഇട്ട് നിങ്ങൾ മെസ്സേജ് കണ്ടിരുന്നു. അതുപോലെ ഒരുപാട് പേര് അന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് സപ്പോർട്ട് തന്നു. അതിന്റെ ഫലമായിട്ട് തന്നെ അവൻ നന്നായിട്ട് കയറിയൊക്കെ വന്നു എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഹെൽത്ത് ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നു. അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു ടൈമായിരുന്നു ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് യൂട്യൂബിലൂടെ നമ്മുടെ കൃപാസനത്തിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ കൃപാസനത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പ്രാർത്ഥനാ സഹായം തന്ന ഒരു ടൈം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾക്ക് ആരും അത്താണില്ലാതെ വരുന്ന സമയങ്ങളിൽ ഓഫ്കോഴ്സ് നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ഈശോനെയും അല്ലെങ്കിൽ മാതാവിനെയൊക്കെയാണ്. അപ്പൊ മാതാവിന്റെയൊക്കെ ആ ഒരു സപ്പോർട്ടും ആ ഒരു മാതാവിനോടുള്ള ആ ഒരു ഭക്തിയും അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമൊക്കെ ആയിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതും ആരോഗ്യവാനായിട്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ദൈവം തന്നതും. അപ്പൊ നമ്മുടെ ലൊക്കാഷൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിന്റെ മെസ്സേജിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലുക്കാച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലുക്കാച്ചിന്റെ ആരോഗ്യ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഇമെയിൽ ഒക്കെ ചെയ്ത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ എല്ലാവരും കൂടെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലുക്കാച്ചിന് ആരോഗ്യവാനായിട്ട് നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ബർത്ത്ഡേ ആണ് അവന്റെ. ആക്ച്വലി നമ്മൾ 1 വയസ്സായി കഴിഞ്ഞു. ഒരു പ്രശ്നങ്ങളും ഇല്ല. ദൈവം അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ആരോഗ്യവാനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്റെ കൂടെ നിന്ന എല്ലാവരോടും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ലൂക്കാച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരോടും ഞാൻ വന്ന് അറിയിക്കുകയാണ്. അതിന്റെ വലിയൊരു കടപ്പാട് അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഇതാണ്. അപ്പം അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ആ സമയത്ത് കൃപാസനത്തിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി ലൂക്കാച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് നിന്ന മാതാവിന്റെ വലിയൊരു അനുഗ്രഹവും ഈശോയുടെ വലിയൊരു കരുതലും ഒക്കെയാണ് ലൂക്കാച്ചിനെ ഇത്രയും എത്തിച്ചത്. ഇപ്പൊ നല്ല വെയിറ്റും ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് നന്നായിട്ട് വെയിറ്റ് ഒക്കെ വെച്ചു. ആള് നല്ല മിടുക്കനായി, മൂത്തനേക്കാളും മിടുക്കനായി ഇളയണം, അത്രയും നന്നായിട്ട് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷമാണ്. ഇന്ന് അവരുടെ വീട്ടില് ആഘോഷങ്ങളൊക്കെ ഉണ്ട് ബർത്ത്ഡേക്ക് സംബന്ധിച്ച്. അപ്പൊ നമ്മുടെ വീട്ടിലും ഇനി ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ് നമ്മുടെ ലൂക്കാസിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരുടെയും. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു കൃപാസനത്തിന്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന സഹായ സമയത്ത് എത്തിയത്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരു കരുതലൊക്കെ എത്തിയത്. അപ്പൊ അതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ഇനിയും മുന്നോട്ടുള്ള സമയങ്ങളിൽ ലൂക്കാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, അവന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ.